യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാം ആർക്കു വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ഈ ഒരു ചോദ്യം ലോകത്തിൻ്റെ എല്ലാ തുറകളിലും താമസിക്കുന്ന ജീവിക്കുന്ന മനുഷ്യർ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിർബന്ധമായും ചോദിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ആർക്കു വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കണം? ചിലരെങ്കിലും പറയാറുണ്ട്, അവർ ജീവിക്കുന്നത് മുഴുവൻ അവർക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെ. ഞാൻ അധ്വാനിക്കുന്നത് എനിക്ക് വേണ്ടി, ഞാൻ ഓടി നടക്കുന്നത് എനിക്ക് വേണ്ടി, ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് വേണ്ടി, ഞാൻ മറ്റുള്ളവരുമായി കൂട്ടുചേരുന്നത് എനിക്ക് വേണ്ടി. എന്തിന്? ഞാൻ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നതും എനിക്ക് വേണ്ടി തന്നെ. എന്ന് പറഞ്ഞാൽ അയാൾ ആർക്കു വേണ്ടി ജീവിക്കണമെന്ന ചോദ്യത്തിൻ്റെ മറുപടി അയാൾ എത്തിച്ചേരുന്നത് തനിക്ക് വേണ്ടി തന്നെ എന്നൊരു മറുപടിയിലാണ്. എന്നാൽ വചനത്തിൽ നമ്മൾ കാണും, തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വന്തമായി അവരെ രക്ഷിക്കാൻ കെൽപ്പില്ലാത്തതുകൊണ്ട് അവരുടെ ജീവിതം തകർന്നു പോകും. ഏറ്റവും നല്ല ഉദാഹരണം ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കാണുന്ന ഭോഷനായ ധനികനാണ്. അവൻ ആരുടെയും വക വഞ്ചിച്ചെടുത്തില്ല, ആരുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പോയുമില്ല. എന്നാൽ അവൻ അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും മുഴുവൻ അവന് വേണ്ടി മാത്രമായിരുന്നു. അവൻ മറ്റാരെയും ശ്രദ്ധിച്ചില്ല, മറ്റാരെയും നോക്കിയില്ല. അവന് വേണ്ടി അധ്വാനിച്ചു. ഒരു ദിവസം രാത്രിയിൽ അവനോട് തന്നെ പറയാൻ തുടങ്ങി, ഇതാ എൻ്റെ അറപ്പുരകൾ ഞാൻ വീണ്ടും പുതുക്കിപ്പണിയും, ഞാൻ ശേഖരിച്ചത് മുഴുവൻ വീണ്ടും വീണ്ടും ഒന്നു ചേർക്കും, ഞാൻ ആരുമായി പങ്കുവെക്കില്ല. ആ രാത്രിയിലാണ് വചനം പറയുന്നത്, ഭോഷനായ ധനിക, ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ നീ ശേഖരിച്ചു വെച്ചതെല്ലാം എന്തായിരിക്കും? സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി തന്നെ ഞാൻ എന്ത് ശേഖരിച്ചു വെച്ചാലും, എന്ത് ഞാൻ സ്വരുക്കൂട്ടിയാലും എനിക്ക് നഷ്ടമാണ്. കാരണം എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാനുള്ള കഴിവില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിക്കാനുള്ള കെൽപ്പില്ല. നമുക്കാർക്കും നമ്മളെ തന്നെ രക്ഷിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രവുമല്ല. ചിലരെങ്കിലും പറയും, അവർ ജീവിക്കുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ, പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലാ അധ്വാനവും സകല കഷ്ടപ്പാടും അവർ നിർവഹിക്കുന്നത് അവരുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. അവിടെയും ഉണ്ട് പ്രശ്നം. കുടുംബത്തിൽ ചിലർ പറയും, അവർ അവരുടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ക്യാൻസർ രോഗബാധിതനായ ഒരു മനുഷ്യനെ കാണാനായിട്ട് ഞാൻ പോയി. 3 ആൺമക്കളുണ്ട്, ഭാര്യയുമുണ്ട്. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ രാപകലില്ലാതെ അധ്വാനിച്ചത് 3 മക്കളെ ഒരു നല്ല സ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അവരെല്ലാവരും വെൽ സെറ്റിൽഡായി, എല്ലാവർക്കും നല്ല ജോലിയുണ്ട്, എല്ലാവരും വളരെ മനോഹരമായിട്ട് പോകുന്നു. ഇങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഡാഡിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. അവർ ഏറെ വിഷമിച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി മക്കൾ എന്താണ് ചെയ്യേണ്ടത്? പപ്പയെ സഹായിക്കുകയാണ് വേണ്ടത്. 3 പേരിൽ ഒരാളെങ്കിലും ഏതെങ്കിലും സമയത്തുമൊക്കെയും കൂട്ടത്തിലുണ്ടായിരിക്കാൻ ശ്രമിക്കണമായിരുന്നു. എന്നാൽ 3 പേരും 3 കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പപ്പയെ തനിയാക്കി. ഇന്ന് ഈ മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാൻസർ അല്ല അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നത്, രോഗം അദ്ദേഹത്തിന് വലിയ പ്രശ്നമല്ല. അദ്ദേഹം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ഒരു ആയുസ് മുഴുവൻ ഞായറാഴ്ച ദേവാലയത്തിൽ പോയി ബലി പോലും അർപ്പിക്കാതെ ഞാൻ ഈ കഴിഞ്ഞ ആയുസ് മുഴുവൻ ഞാൻ അധ്വാനിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു, അവരെ വളർത്തുന്നതിന് വേണ്ടി മാത്രമായിരുന്നു, അവരെ നല്ലൊരു സ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് മാത്രമായിരുന്നു. ഇന്നിതാ എനിക്കൊരാവശ്യം വരുന്ന നേരത്ത് അവർ എന്നെ തനിയാക്കി കടന്നുപോയി. ഭാര്യയും അയാളും ചേർന്നിരുന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. സഹോദരങ്ങളെ, ഇയാൾ ആർക്കു വേണ്ടി ജീവിക്കണമായിരുന്നു? ഇയാളുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കണമായിരുന്നോ? അല്ല, തീർച്ചയായും അദ്ദേഹം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയല്ല. ഇതുപോലെ തന്നെ അമേരിക്കയിലും UK-യിലും ഒക്കെ കുടിയേറിയിരിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. ഒരു മനുഷ്യൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, അദ്ദേഹം 13 വർഷം പ്രാർത്ഥിച്ച് സ്വന്തം ഭാര്യയുമായി ഒരുമിച്ച് ഒരുപാട് നേർച്ച കാഴ്ചകൾ നടത്തി, ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസൊക്കെ നൽകി
ഒരുപാട് പേരെ സഹായിച്ച് മുന്നേറി അവസാനം 13 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു കുഞ്ഞ് കിട്ടുന്നത്, ഒരാൺകുട്ടിയെ കിട്ടുന്നു. അവന് ജനിച്ച ഉടനെ തന്നെ തനിക്ക് ചെറുപ്പത്തിൽ നല്ലൊരു അക്കൗണ്ടൻ്റ് ആകാൻ താല്പര്യമുണ്ടായിരുന്നു. അത് വീട്ടിലെ സാഹചര്യം അനുസരിച്ച് നടന്നില്ല. അതുകൊണ്ട് ജനിച്ച ഉടനെ തന്നെ പപ്പയും മമ്മിയും കൂടി തീരുമാനിച്ചു, മോനെ നല്ലൊരു അക്കൗണ്ടൻ്റ് ആക്കി മാറ്റണം. വലിയ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പോലുള്ള ഉന്നതമായ സ്ഥാനത്തേക്ക് അവൻ ഉയർത്തണം. ധാരാളം ധനം കൊടുക്കുന്നു. ജീവിതത്തിലെ ക്ലേശങ്ങൾ ഒന്നും തന്നെ അറിയാതെ മകനെ പഠിപ്പിച്ച് വലിയ സ്ഥാനത്തെത്തി. അവൻ അമേരിക്കയിലെ ഒന്നാന്തരം ഒരു കമ്പനിയുടെ ഒന്നാന്തരം ഒരു പോസ്റ്റിലായി. സഹോദരങ്ങളെ, ആ പോസ്റ്റിലേക്ക് അവൻ ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസങ്ങളായപ്പോഴത്തേനും അവൻ അവൻ്റെ പാരൻസിനെ നോക്കിക്കൊണ്ട് പറയാൻ തുടങ്ങി, ഇനി നിങ്ങളെ എനിക്ക് ആവശ്യമില്ല. 18-19 വയസ്സ് കഴിഞ്ഞു. 20ാമത്തെ വയസ്സായപ്പോഴത്തേനും അവർ ജോലിയിലേക്ക് പോവുകയാണ്. അവൻ പറഞ്ഞു, ഇനി പപ്പയുടെ മമ്മിയുടെ ആവശ്യമില്ല. ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവരേക്കാൾ കൂടുതൽ സ്നേഹിച്ചത്, ദൈവത്തേക്കാൾ കൂടുതൽ സ്നേഹിച്ചത്, കുടുംബത്തിലെ ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും കൂടുതൽ സ്നേഹിച്ചത് ഈ മകന് വേണ്ടിയായിരുന്നു. ജീവിതം മുഴുവൻ ഈ മോനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു സകല ജീവിതത്തിലെ കാര്യങ്ങളെ ക്രമപ്പെടുത്തിയത്. അധ്വാനം മുഴുവൻ അതിനു വേണ്ടി. എന്തിന്? സമ്പത്ത് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് പോലും ഈ മകന് വേണ്ടിയിട്ടായിരുന്നു. മകൻ പറഞ്ഞു, ഈ ന്യൂ ജനറേഷൻ്റെ ആത്മീയത എന്താണെന്ന് പപ്പയ്ക്കും മമ്മിക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾ കേരളത്തിൽ നിന്ന് കുടിയേറിയ മനുഷ്യരാണ്. നിങ്ങൾക്കിതിനെക്കുറിച്ചൊരു പിടിയുമില്ല. സത്യത്തിൽ നിങ്ങൾ മണ്ടന്മാരാണ്. നിങ്ങൾ ഈ അധ്വാനിച്ചത് മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി തരുന്നു. നിങ്ങൾ മണ്ടന്മാരും മണ്ടികളുമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ധനത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഒരു പരിധിവരെ എന്നെ അടിമയായിട്ട് സൂക്ഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മകൻ ആ വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങുന്നത്. സഹോദരങ്ങളെ, ഓർക്കണം, മാതാപിതാക്കളുടെ സ്വപ്നം തകർന്നുപോയി. കാരണം സ്വന്തം ഏകപ്പെട്ട മകന് വേണ്ടി 13 വർഷക്കാലം നേർച്ച കാഴ്ചകൾ നടത്തി ഉണ്ടായ ഈ മകൻ നല്ലൊരു സ്ഥാനത്ത്, ഒരു ഹൈലി പ്രൊഫൈൽഡായിരിക്കുന്ന ഒരു പ്രൊഫഷണൽ സെറ്റിലാകുന്നത് വരെ ഇവർ അധ്വാനിച്ചു. പക്ഷേ സത്യത്തിൽ ഇവർ ആർക്കു വേണ്ടി ജീവിക്കണമായിരുന്നു? ഇവർ ആരെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കണമായിരുന്നു? ഇവർ ആരെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഭാവനകൾ നൽകണമായിരുന്നു? ഇവർ ആരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമായിരുന്നു? ഒരിക്കലും മക്കളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാത്രമായി ഒരു മാതാവും പിതാവും ജീവിക്കാൻ ആരംഭിച്ചാൽ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആ ജീവിതം അർത്ഥം കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരും. ആ ജീവിതത്തിന് സത്യത്തിലുള്ള ലക്ഷ്യം കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരും. കാരണം ഒരു മാതാവും പിതാവും സ്വന്തം മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ മാത്രം ജീവിക്കേണ്ടവരല്ല. ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല. അതിനേക്കാൾ ഉന്നതമായ ചിലതിനു വേണ്ടി ജീവിക്കേണ്ടതാണ്. മൂന്നാമത്, മറ്റ് ചില മനുഷ്യർ ജീവിക്കുന്നത് അറിവിനും ആശയത്തിനും വേണ്ടിയിട്ടാണ്. പാണ്ഡിത്യത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ ഒരുപാട് അറിവ് നേടണം എന്ന് കരുതിക്കൊണ്ട് അറിവിൻ്റെ പിന്നാലെ, ഡിഗ്രികളുടെ പിന്നാലെ പോകുന്ന മനുഷ്യരുണ്ട്. തീർച്ചയായും അറിവ് ദൈവികമായൊരു ദാനമാണ്. പക്ഷേ അറിവ് ഒരേ സമയം ലഹരി കൂടിയാണ്. അറിവിനൊരു ലഹരിയുണ്ട്. പുറത്തു നിന്നുള്ള ലഹരി ആയതുകൊണ്ട് ഈ ലഹരി കെട്ടുപോകും. ഒരു ലഹരിക്കും നമ്മളെ ആത്യന്തികമായി ആശ്വസിപ്പിക്കാനുള്ള കഴിവില്ല. ഉദാഹരണത്തിന്, ഒരുപാട് ഡ്രിങ്ക്സ് കഴിക്കുന്നൊരു വ്യക്തി, ഒരുപാട് ലഹരി കഴിക്കുന്നൊരു വ്യക്തി കുറേ നേരം കഴിയുമ്പോൾ ആ ലഹരി കെട്ടുപോകും. ഇതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മൾ സമാഹരിക്കുന്ന അറിവ്, അത് സയൻറ്റിഫിക്കായ ഏതറിവായിരുന്നാലും താത്വികമായ ഏതൊരറിവായിരുന്നാലും അത് നമ്മളെ മത്തുപിടിപ്പിക്കും. ഏതാനും സമയം കഴിയുമ്പോൾ ജീവിതത്തിലെ നിർണായകമായ സമയങ്ങളിൽ ഈ അറിവിന് നമ്മളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട്, അറിവിന് നമ്മളെ വീണ്ടെടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഈ ലഹരി നമുക്ക് കെട്ടുപോകും. നമ്മൾ തനിയായിപ്പോകും, നമ്മൾ വെറുതെ ആയിപ്പോകും. ഒരു പക്ഷേ ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് തോന്നുന്നു, ഫ്രഞ്ച് വിപ്ലവത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ വോൾട്ടയർ എന്ന് പറയുന്ന മനുഷ്യനാണ്. നിങ്ങൾക്കറിയാവോ, പാരീസിൽ നിന്ന് കത്തുകൾ മുഖേനയാണ് യൂറോപ്പിലെ ഒട്ടേറെ യുവാക്കളിലേക്ക് ഈ മനുഷ്യൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചിന്ത കുത്തി നിറച്ച് നൽകിയത്. ധാരാളം യുവാക്കൾ ആവേശത്തോടുകൂടി കത്തുകൾ വായിക്കുമായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വോൾട്ടയറിന് കത്തെഴുതും. കത്തോലിക്ക സഭയ്ക്കെതിരെയായിരുന്നു ഏറ്റവും പ്രബലമായ യുദ്ധം ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ വോൾട്ടയർ നടത്തിയത്.
സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു യുവാവ് വോൾട്ടയറിന് എഴുതിയ കത്ത് ഇങ്ങനെയാണ്: അങ്ങൻ്റെ ഗുരുവാണ്, അങ്ങൻ്റെ ഗുരുനാഥനാണ്, അങ്ങ് നൽകിയിരിക്കുന്ന കത്തുകൾ അനുസരിച്ചാണ് ഞാൻ ജീവിതത്തെ ക്രമപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ക്രിസ്തീയമായ വിശ്വാസത്തെ തള്ളിക്കളയാൻ ഞാൻ ആഗ്രഹിച്ചു. ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിൽ നിന്നും പടിയിറക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ വളരെ ചെറുപ്പം മുതലേ എൻ്റെ മാതാപിതാക്കളോടൊപ്പം ഞാൻ ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ മാസ്മരികമായ ശക്തിയെ എനിക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല. വോൾട്ടയർ ഈ കത്ത് വായിച്ചു. വോൾട്ടയറിന് കാര്യം പിടികിട്ടി. വോൾട്ടയർ തൻ്റെ ബാഹ്യമായ ഒരുപാട് അറിവുകൾ ചേർത്തുകൊണ്ട് കത്തെഴുതുകയാണ്: മോനെ, നീ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം. നീ സാധിക്കുന്നിടത്തോളം ഈ കത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ദേവാലയങ്ങളിലും പോയി, എല്ലാ കുരിശു പള്ളികളിലും പോയി ആവോളം വിശുദ്ധ കുർബാനകളെ സ്വീകരിക്കുക. വിശുദ്ധ കുർബാന അധരത്തിൽ സ്വീകരിച്ച് അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന നേരത്ത് നീ നിന്നോട് തന്നെ പറയണം: ഇതിൽ ഒരു കാര്യവുമില്ല, ഇത് വെറും ഗോതമ്പപ്പം മാത്രമാണ്. ഇത് വൈദികൻ ആശീർവദിച്ചു എന്നുള്ളത് കൊണ്ടോ വിശുദ്ധമായ വചനങ്ങൾ ചൊല്ലി ആശീർവദിച്ചു എന്നുള്ളത് കൊണ്ടോ ഇതിൽ യാതൊരു രൂപമാറ്റമോ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ഗോതമ്പപ്പമാണെന്ന് പല പ്രാവശ്യം നീ ആവർത്തിച്ച് പറയണമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, കത്ത് കിട്ടിയ യുവാവ് പല പ്രാവശ്യം ഇത് പറഞ്ഞു. പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടും അവൻ മറുപടി എഴുതുകയാണ് തൻ്റെ ഗുരുനാഥന്: ഗുരുനാഥ, അങ്ങ് പറയുന്നതനുസരിച്ച് ദിവസത്തിൽ ചുറ്റുവട്ടത്തുള്ള ദേവാലയങ്ങളിലുമായി 5 പ്രാവശ്യം പോലും ഒരു ദിവസം കുർബാന ഞാൻ സ്വീകരിച്ചു. എന്നിട്ട് ഞാൻ അത് അധരത്തിൽ സ്വീകരിച്ച് എൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു: ഇതിൽ ഒരു കാര്യവുമില്ല, ഇത് വെറും ഗോതമ്പപ്പമാണ്. എങ്കിലും ഉള്ളിലേക്ക് ഇറങ്ങുന്ന നേരത്ത് എനിക്ക് പോലും മനസ്സിലാകാത്ത വിധത്തിൽ ഒരു ദൈവികമായ ശക്തി എന്നിലേക്ക് പ്രവഹിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള കത്താണ് വോൾട്ടയറിന് ആ ദിവസം കിട്ടിയത്. സഹോദരങ്ങളെ, അറിവ് വിഗ്രഹമാക്കി മാറ്റിയ മനുഷ്യൻ, ഈ അറിവിന് വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യൻ തൻ്റെ വിപ്ലവകരമായ അറിവ് ഉപയോഗിച്ച് കത്തോലിക്ക സഭയെ മുഴുവൻ തകർക്കാൻ വേണ്ടി എല്ലാ സാധന സാമഗ്രികളുമായി, പ്രത്യേകിച്ചും ബൗദ്ധികമായ തലത്തിലെ എല്ലാ വിജ്ഞാനവും ഉപയോഗിച്ചുകൊണ്ട് ഈ യുദ്ധത്തിന് പുറപ്പെട്ട മനുഷ്യൻ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയം വളരെ ശ്രദ്ധേയമാണ്. അത് ഗ്രന്ഥമായി പുറത്തു പോലും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ ഒരു നേഴ്സ് അയാളെ ശുശ്രൂഷിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സഹോദരങ്ങളെ, ഒരു പാവപ്പെട്ട ഒരു നേഴ്സ് അദ്ദേഹത്തിൻ്റെ കിടപ്പറയുടെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് ശുശ്രൂഷിക്കുന്നുണ്ട്, ഒരുപാട് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, പലതും ശരീരത്തിൽ ഫലിക്കുന്നില്ല. ഈ മനുഷ്യൻ നിലവിളിക്കുകയാണ്. ഓ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് ഏതാനും സമയം കഴിയുമ്പോൾ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തോട് പറയുന്നു: അയ്യോ, എനിക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റില്ലല്ലോ, എന്നാൽ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ വരിക എന്ന് പറയുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ അദ്ദേഹത്തോട് തന്നെ പറയുന്നു: അയ്യോ, ആശുപത്രിയിൽ വെച്ച് എനിക്ക് സുഹൃത്തുക്കളെ വിളിക്കാൻ കഴിയുകയില്ലല്ലോ. എന്നിട്ട് അവസാനം അയാൾ വിളിച്ചു പറയുന്നു: അയ്യോ, എനിക്ക് ദൈവവുമില്ല, എനിക്ക് മനുഷ്യനുമില്ല, എനിക്ക് ദൈവവുമില്ല, എനിക്ക് മനുഷ്യനുമില്ല. ഇത് കണ്ടു നിന്ന ഈ രോഗക്കിടക്കയിൽ കിടക്കുന്ന കിടപ്പറയുടെ സമീപത്ത് ഇതെല്ലാം നോക്കി നിൽക്കുന്ന ഈ നേഴ്സ് തൻ്റെ കൊച്ചു കുറിപ്പ് ഇങ്ങനെ വേഗം പോയി നോട്ട്ബുക്കിൽ എഴുതി വെച്ചു: ഈ യൂറോപ്പിലെ മുഴുവൻ ധനവും എൻ്റെ പേരിൽ എഴുതി വയ്ക്കാമെന്ന് പറഞ്ഞാലും, ഈ യൂറോപ്പിലെ സാധന സാമഗ്രികൾ മുഴുവൻ എൻ്റെ സ്വന്തം പേരിൽ എഴുതി വയ്ക്കാമെന്ന് പറഞ്ഞാലും, വോൾട്ടയറെ പോലുള്ള ദൈവമില്ലാത്ത മനുഷ്യരുടെ കിടപ്പറയിൽ അവരെ ശുശ്രൂഷിക്കാൻ ഒരിക്കലും എന്നെ അനുവദിക്കാൻ ഒരു ജന്മമുണ്ടായാൽ ഞാനിനി അവസരം കൊടുക്കില്ല എന്ന്. സഹോദരങ്ങളെ, അറിവിന് ലഹരിയുണ്ട്. എന്നാൽ അറിവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യർ, അത് ആരായിരുന്നാലും, ഒരു പണ്ഡിതനായിരിക്കാം, ഒരു ദൈവശാസ്ത്രജ്ഞനായിരിക്കാം, ഒരു തത്വചിന്തകനായിരിക്കാം, പക്ഷേ ഈ അറിവിന് എന്നെയോ നിങ്ങളെയോ രക്ഷിക്കാൻ കഴിവില്ല. അതുകൊണ്ട് പലപ്പോഴും ഈ അറിഞ്ഞതിൽ നിന്ന് പോലും നമ്മൾ മോചനം പ്രാപിക്കണം. കർത്താവിൻ്റെ വചനം നമുക്ക് ഓർക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8:32 നമ്മൾ വായിക്കുന്നത്: സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. മറ്റൊന്നിനും നമ്മളെ സ്വതന്ത്രമാക്കാൻ കഴിയില്ല.
മറ്റൊന്നിനും നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. ആരാണ്, എന്താണ് ട്രൂത്ത്? ട്രൂത്ത് ഈസ് നോട്ട് സംതിങ്, ട്രൂത്ത് ഈസ് നോട്ട് ആൻ ഐഡിയ. ഒരു സത്യമെന്ന് പറയുന്നത് ഒരു ആശയമല്ല, ഏതാനും സാധന സാമഗ്രികളല്ല, മറിച്ച് ട്രൂത്ത് ഈസ് എ പേഴ്സൺ. Truth is a person. That person is the person of Jesus Christ. യേശു എന്ന് പറയുന്ന വ്യക്തിയാണ് സത്യം എന്ന് പറയുന്നത്. ഈ സത്യത്തെ സ്വീകരിക്കാതെ എത്ര അറിവിന് പിന്നാലെ ഞാൻ പോയാലും അതിന് എന്നെ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാനോ നിങ്ങളോ ജീവിക്കേണ്ടത് അറിവിന് വേണ്ടി മാത്രമല്ല. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാവോ, ക്രൈസ്തവ സഭകളെ, വളരെ പ്രത്യേകമായി കത്തോലിക്ക സഭയെ ഏറെ സ്വാധീനിച്ച ദൈവശാസ്ത്രജ്ഞനാണ് സെയിൻറ്റ് തോമസ് അക്വിനാസ് എന്ന് പറയുന്ന വേദപാരംഗതനും വിശുദ്ധനുമായ മനുഷ്യൻ. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഈ ഡൊമിനിക്കൻ പ്രീസ്റ്റിൻ്റെ ഉന്നതമായ പഠനങ്ങളാണ് 21-ാം നൂറ്റാണ്ടിലും കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രജ്ഞന്മാരും ലോകത്തിലെ പ്രധാനപ്പെട്ട സഭാവിഭാഗങ്ങളിലെ ചിന്തകന്മാരും ഏതെങ്കിലും ബൈബിൾപരമായ കാര്യങ്ങളിലോ ധാർമ്മികപരമായ കാര്യങ്ങളിലോ സംശയമുണ്ടായാൽ വ്യാഖ്യാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ മനുഷ്യൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. ഈ വൈദികൻ ഒരുപാട് സംഭാവനകൾ അയച്ചു സഭയ്ക്ക് വേണ്ടി. സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞു. ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതി ഇദ്ദേഹം അറിവും വിജ്ഞാനവും ധാരാളം പകർന്നു. കർത്താവുമായി നല്ല ബന്ധത്തിലായിരുന്നു ഇദ്ദേഹം. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഇദ്ദേഹം ഗ്രന്ഥങ്ങളിലെ ഓരോ വാചകവും എഴുതിക്കൊണ്ടിരുന്നത്. എങ്കിലും ജീവിതത്തിൽ കുറേ കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ അദ്ദേഹം ഏതാനും വരികൾ കൂടി എഴുതി ചേർക്കാൻ മറന്നുപോയില്ല. അദ്ദേഹം എഴുതിയ വരികൾ ഇങ്ങനെയാണ്: അറിവിന് മനുഷ്യനെ സ്വതന്ത്രമാക്കാൻ കഴിയില്ല, അറിവിന് വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഞാൻ എഴുതി വച്ചിരിക്കുന്ന വലിയ വിജ്ഞാന കോശങ്ങളൊക്കെയും ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുമായി തുലനം ചെയ്യുമ്പോൾ വെറും തീയിൽ എറിയപ്പെടേണ്ട വൈക്കോല് പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്ന്. അറിവ് നല്ലതാണ്, അറിവ് മനുഷ്യനുണ്ടാവുകയും വേണം, ഒരുപാട് നമ്മൾ പഠിക്കുകയും വേണം, സാധിക്കുന്നിടത്തോളം ഒക്കെ നമ്മൾ വായിക്കണം. പക്ഷേ അറിവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, വിജ്ഞാനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, പുറത്തുള്ള ഭൗതികമായ ശാസ്ത്രത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ സത്യത്തിൽ സഹോദരങ്ങളെ ഭോഷനായ ധനികന് സമാനമാണ്. കാരണം ഞാനോ നിങ്ങളോ ആത്യന്തികമായി ജീവിക്കേണ്ടത് അറിവിന് വേണ്ടി മാത്രമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ അറിവിന് വേണ്ടി മാത്രമല്ല. പിന്നെ ഞാനും നിങ്ങളും ആർക്കു വേണ്ടി ജീവിക്കണം? ഇതാണ് പൗലോസിനെയും ഒരുപാട് ചിന്തിപ്പിച്ച വിഷയം. നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കണം? സഹോദരങ്ങളെ, 2 കൊറിന്തോസിൻ്റെ 5:15 പൗലോസ് അപ്പസ്തോലൻ ഞാനും നിങ്ങളും ആർക്കു വേണ്ടി ജീവിക്കണമെന്ന് എഴുതി വച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കു വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന്. ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ? ചിലരെങ്കിലും ആത്മീയമായ മേഖലയിൽ പോലും ജീവിക്കുന്നത് അവർക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ ഓർക്കുന്നു, ഒരുപാട് ശ്രദ്ധേയമായ ഒരു ധ്യാന കേന്ദ്രത്തിലെ കൗൺസിലർ, അദ്ദേഹം വളരെ ദുഃഖത്തോടുകൂടി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് ധ്യാനഗുരുവിൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട ധ്യാനഗുരു അച്ഛൻ സ്ഥലം മാറിപ്പോയി, അദ്ദേഹം വേറൊരു സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് മാറിപ്പോയി, അതോടുകൂടി എനിക്കവിടെ സ്ഥാനമില്ല. സത്യത്തിൽ ഈ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് ഞാനാണ്. അച്ഛൻ്റെ വളരെ പ്രൈവറ്റായ കാര്യങ്ങൾ പോലും എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തോട് ഒരുമിച്ചാണ് ഞാൻ ബലിയർപ്പിച്ചത്, അദ്ദേഹത്തോട് ഒരുമിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. മറ്റുള്ളവരെ അദ്ദേഹത്തെ കാണേണ്ട സമയത്ത് റെക്കമെൻഡേഷൻ പോലും ഒരുക്കിക്കൊണ്ടിരുന്നത് ഞാനാണ്. ഇന്നിതാ ഞാൻ വിലയില്ലാത്ത മനുഷ്യനായി. ആത്മീയ മണ്ഡലത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ പോലും പറയുകയാണ്, ഞാൻ ഇന്ന് വിലയില്ലാത്ത മനുഷ്യനായി. സത്യത്തിൽ സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ആർക്കു വേണ്ടിയായിരുന്നു ജീവിക്കേണ്ടിയിരുന്നത്?
സഹോദരങ്ങളെ, ധ്യാന കേന്ദ്രത്തിന് വേണ്ടി മാത്രമല്ല ഒരു ആത്മീയ ശുശ്രൂഷകൻ വർക്ക് ചെയ്യേണ്ടത്. ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ, ഞാൻ ജീവിക്കുന്നത്, ഞാനായിരിക്കുന്ന ഒരു കൊച്ചു സമൂഹത്തിനോ ഒരു കൊച്ചു മിനിസ്ട്രിക്കോ വേണ്ടി മാത്രമാണെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? കാരണം മിനിസ്ട്രികൾ കടന്നുപോകും, ധ്യാന കേന്ദ്രങ്ങൾ കടന്നുപോകും, ഭാഷകളും പ്രവചനങ്ങളും ഇല്ലാതാകുന്നത് പോലെ ഇതെല്ലാം തിരുസഭയാകുന്ന വലിയ സമുദ്രത്തിൽ അടിഞ്ഞു ചേരേണ്ട കാര്യങ്ങളാണ്. ഇവയെല്ലാം കടന്നു പോകുന്നവയാണ്. അതുകൊണ്ടാണ് ഇതറിഞ്ഞ പൗലോസ് എഴുതിയത്, നമ്മൾ ഇതിനു വേണ്ടി ഒന്നും ജീവിക്കരുത്. പൗലോസ് ഒരുപാട് സഭകൾ സ്ഥാപിച്ചു സഹോദരങ്ങളെ. റോമായിൽ സ്ഥാപിച്ചു, കൊറിന്തോസിൽ സ്ഥാപിച്ചു, ഫിലിപ്പിയൻസിൽ സ്ഥാപിച്ചു, ഒരുപാട് സഭകൾ സ്ഥാപിച്ചു. എന്നാൽ പൗലോസ് ജീവിച്ചത് ഒന്നും, പൗലോസ് തൻ്റെ ഹൃദയം കൊടുത്തത് ഒന്നും ഈ സഭകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. ഇതിൻ്റെ എല്ലാം പിറകിൽ അവൻ ജീവിച്ചത് ക്രിസ്തുവിന് വേണ്ടിയിട്ടായിരുന്നു. ഒരു റീത്തിന് വേണ്ടി മാത്രം ജീവിക്കുക എന്ന് കരുതുക. ഒരു റീത്തിന് വേണ്ടി മാത്രം അവൻ എഴുതുന്നതും ചിന്തിക്കുന്നതും ആലോചനകളും, എന്തിന് യേശുവിനേക്കാൾ കൂടുതൽ അതിനുപോലും പ്രാധാന്യം കൊടുത്താൽ എന്താണ് പറ്റിപ്പോകുന്നത്? ക്രിസ്തുവിൻ്റെ തലയ്ക്ക് റീത്ത് വെക്കുന്നതിന് സമാനമായിട്ട് മാറും. സഹോദരങ്ങളെ, ഓർക്കണം, നമ്മളാരും ജീവിക്കേണ്ടത് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല. ആത്മീയമായ മണ്ഡലത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ, പോഷനായ ധനികന് സമാനം ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതം വഴിമാറാൻ സാധ്യതയുണ്ട്. നമ്മളൊരു പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം നമ്മുടെ മനസ്സ് വെച്ച് കൊടുത്താൽ. നമ്മൾ ജീവിക്കേണ്ടത് യേശുവിനാണ്, യേശുവിന് വേണ്ടിയാണ്. യേശുവിന് വേണ്ടി എന്ന് പറയുമ്പോൾ സഭയുടെ ശിരസായ യേശുവിന് വേണ്ടിയും ഉടലായ തിരുസഭയ്ക്ക് വേണ്ടിയും നമ്മൾ ജീവിക്കണം. ഈ ജീവിതം ഉണ്ടെങ്കിൽ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമുക്ക് തെറ്റുപറ്റില്ല. അപ്പോൾ കുടുംബത്തിൽ വരുന്ന തകർച്ചയോ തളർച്ചയോ നമ്മളെ ആത്യന്തികമായി നശിപ്പിക്കില്ല. ഒരു മകനോ ഒരു മകൾക്കോ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെന്ന് കരുതുക. ആ ഒരു പ്രശ്നം ആനുപാതികമല്ലാത്ത വിധത്തിൽ നമ്മളെ വേദനിപ്പിക്കില്ല. നമ്മൾ നയിക്കുന്ന ഒരു ആത്മീയ മുന്നേറ്റത്തിലുണ്ടാകുന്ന അപജയങ്ങൾ ഒരിക്കലും നമ്മളെ തകർത്ത് കളയില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ മുന്നോട്ട് പോകുന്നത് ക്രൂശിക്കപ്പെടുകയും മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിന് വേണ്ടി ആയതുകൊണ്ടാണ്. യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നു, ധാരാളം ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗാതുരമായ അവസ്ഥയിലേക്ക് ധാരാളം മനുഷ്യർ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ബാധിച്ച മനുഷ്യരുള്ളത് ഏറ്റവും വിദ്യാസമ്പന്നരുള്ള കേരളത്തിലാണ്. ലോകരാഷ്ട്രങ്ങളിൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ധാരാളമായി ഡിപ്രഷൻ ബാധിച്ച മനുഷ്യരുണ്ട്. തീർച്ചയായും എല്ലാ ഡിപ്രഷനും ക്രിസ്തുവിനെ മാറ്റിവെച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വൈദ്യശാസ്ത്രത്തിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടായിരിക്കാം. വൈദ്യശാസ്ത്രപരമായി ചില സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടിയിരിക്കാം. എന്നാൽ ചിലർക്കെങ്കിലും ഡിപ്രഷൻ ബാധിക്കുന്നത് അവർ എന്തിനു വേണ്ടി ജീവിച്ചുവോ അത് അവരുടെ കൈവെള്ളയിൽ നിന്ന് നശിച്ചു പോകുന്നത് കൊണ്ടാണ്. അവരുടെ കൈവെള്ളയിൽ നിന്നും സ്വന്തം മക്കൾ കുതറി മാറുന്നതുകൊണ്ട്, സ്വന്തം സമ്പത്ത് കുതറി മാറുന്നതുകൊണ്ട്, അവരോട് ചേർത്ത് വെച്ച പലതും അവർക്ക് അന്യമായി പോകുന്നതുകൊണ്ട് ചിലരെങ്കിലും ഡിപ്രഷൻ്റെ ഭാഗമായി മാറാറുണ്ട്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നീ ഡിപ്രഷൻ ബാധിച്ച് തകരേണ്ട വ്യക്തിയല്ല. ഒരു പക്ഷേ നീ കുടുംബത്തിൽ തനിയെ ആയിരിക്കാം. ഡിവോഴ്സ് മൂലം ജീവിത പങ്കാളി നിന്റെ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ട് നീ തനിയെ ആയിരിക്കാം. ഒരു പക്ഷേ നിന്റെ മക്കൾ നിന്നെ തനിയാക്കിയിട്ടുണ്ടായിരിക്കാം. ഒരിക്കലും നീ പറയരുത് ആത്യന്തികമായി നീ തനിയാണെന്ന്. കാരണം നീ ജീവിക്കുന്നത് ക്രൂശിക്കപ്പെടുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിന് വേണ്ടിയിട്ടാണെങ്കിൽ യേശു നിൻ്റെ സമീപത്തുണ്ട്, യേശു നിൻ്റെ കിടപ്പറയിലുണ്ട്, യേശു നിൻ്റെ ഊട്ടുമുറിയിലുണ്ട്, യേശു നിൻ്റെ അടുക്കളയിലുണ്ട്, യേശു നിൻ്റെ യാത്രയിൽ ഉടനീളമുണ്ട്. ഈ യേശുവിനെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഓ കർത്താവേ, ഇനിയും എനിക്ക് വേണ്ടി മാത്രം, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം, എൻ്റെ അറിവിന് വേണ്ടി മാത്രം, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം, ഞാൻ നയിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ ക്രൂശിക്കപ്പെടുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള കരുത്തും ബലവും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.
ഉപാസന ഉപാസന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ദിവ്യകാരുണ്യ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമ്പൂർണ്ണമായി അർപ്പിക്കാം. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ തിരുവചനം: ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതേ കർത്താവെ, ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ ആരും മരിച്ചിട്ടില്ല, ആരും ഉത്ഥാനം ചെയ്തിട്ടുമില്ല. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ രോഗങ്ങൾക്ക് പൊറുതി നൽകുകയും സൗഖ്യം നൽകുകയും ചെയ്ത കർത്താവിൻ്റെ മുമ്പിലാണ് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി അടിയറ വയ്ക്കുന്നത്. കർത്താവെ, ലോകത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച ധാരാളം പേര് ഇന്ന് ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ, ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കാതെ, ഈശോയെ, അടിസ്ഥാനപരമായി അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ, അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതമങ്ങേ തൃപ്പാദത്തിൽ ഏകിടുവാനായി വന്നിടുന്നു. എന്നെയും എൻ്റെ സർവസ്വവും യേശുവേ അങ്ങിൽ ചേർത്തിടുന്നു. ജീവിതമങ്ങേ തൃപ്പാദത്തിൽ ഏകിടുവാനായി വന്നിടുന്നു. എന്നെയും എൻ്റെ സർവസ്വവും യേശുവേ അങ്ങിൽ ചേർത്തിടുന്നു. കർത്താവായ ഈശോയെ, തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചും സ്വന്തം കുടുംബത്തിനും സഹോദരങ്ങൾക്കും വേണ്ടി ജീവിച്ചും തളർന്നും തകർന്നും പോയിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവരുടെയും ഹൃദയങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. നഷ്ടധൈര്യരായി കഴിഞ്ഞ് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ദൈവമക്കൾക്ക് പുതിയൊരു ജീവനും പുതിയൊരു പ്രത്യാശയും നൽകുവാൻ ദിവ്യകാരുണ്യ കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവികമായ മണിക്കൂറിൽ പങ്കുപറ്റുന്ന എല്ലാ വ്യക്തികളെയും കർത്താവെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ, അങ്ങയെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ, എല്ലാം നൽകി സ്നേഹിക്കാനുള്ള ഹൃദയവും മനസ്സും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ സ്വന്തമാക്കി നീ ഞങ്ങളെ മാറ്റുകയും ചെയ്യണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.